കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവുശാല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കുകയാണ്. അത് അറിവായിട്ട് നമ്മൾ പാട്ടിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ക്യൂരിയോസിറ്റിയും ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻസ് ഒക്കെ അറിവുശാല ത്രൂ ഞങ്ങൾ എഡ്യൂക്കേഷൻ ചെയ്യാണ്, ഞങ്ങളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. സ്ഥലത്തുള്ള ആൾക്കാര് മറ്റൊരാളെ നോക്കുന്നുണ്ടാവും, അപ്പൊ ഇപ്പം പാടുണ്ടാവും, മറ്റൊരാളെ പിന്നെ ചിലവരിങ്ങനെ ചിരിച്ച് കളിക്കുന്നൊക്കെ ഉണ്ടാവും ചിലപ്പോ. കാരണം പ്ലസ് ടു വരെ എനിക്ക് എന്താ ഈ സാധനം നമ്മുടെ തലയിലുണ്ട്. പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയിട്ട് ബൈക്ക് എടുക്കുമ്പോഴില്ലേ, ബൈക്ക് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ആദ്യം പോലീസ് പിന്നെ ഞാൻ എന്തിനു പഠിക്കുന്നത്, ഞാൻ ഒന്നും ചെയ്തില്ല. എന്തിനാ ഇപ്പൊ എന്നെ തല്ലിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് നീ ആരുടെ ചോദിക്കാന്ന് പറഞ്ഞിട്ടുള്ള അടിക്കുന്നതാണ് എന്റെ പേടി. ചിലവര് ഞാൻ പൈസ ഉണ്ടാക്കുന്ന സ്റ്റാർ ആവണം പറഞ്ഞിട്ട് ഒരു ആർട്ട് ചൂസ് ചെയ്ത് അത് ഇതായിട്ടുണ്ടാവും. ചിലവര് ആ ആർട്ടിനെ ലവ് ചെയ്ത് അത് അയാളെ ഹെൽപ്പ് ചെയ്ത് അയാൾ അതിനെ നെർച്ചർ ചെയ്ത് അയാൾ അതിനെ ലവ് ചെയ്ത ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ യു കാൺ കോംപ്രമൈസ് യുവർ ആർട്ട് സോ ഈസിലി. അപ്പൊ എല്ലാവർക്കും ഹൈപ്പറോണറിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ തന്നെയല്ലേ, പുതിയ പരിപാടിയുണ്ട്. അപ്പൊ അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അറിവിശാല. അപ്പൊ നിങ്ങളെന്നെ അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ പരിപാടിയും തുടങ്ങുമ്പില്ലേ ആദ്യം ചോദിക്കണ ചോദ്യം ഹൂ ആർ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ എങ്ങനെയാണ് ഇപ്പം അറിവിശാല എന്ന് പറയുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ എങ്ങനെയാണ് ഇൻട്രോ കൊടുക്കുക? ഇംഗ്ലീഷിൽ പറഞ്ഞോ? നമ്മളെ തന്നെ എപ്പോഴും നമ്മളെ ഇടയിൽ പറയുമ്പോൾ ശാല എന്ന് പറയും. സോ ഇറ്റ്സ് ലൈക്ക് വി ഓൾ നമ്മളെ പറയുമ്പോൾ ലൈക്ക് നമ്മളൊരു ക്രൂ ആണെന്നാണ് പറയുക. നമ്മളൊരു ഹിപ്ഹോപ്പ് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ക്രൂ ആണെന്ന് തന്നെ പറയാം. ബട്ട് നമ്മൾ എല്ലാ ജോണറും മിക്സ് ചെയ്ത് ഇപ്പോൾ എല്ലാം ചെയ്ത് കളിക്കുന്നുണ്ട്. ബട്ട് ദെൻ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വാട്ട് ഹാപ്പൻഡ് ഈസ് നമ്മൾ 5 പേരും കൂടി ചേർന്ന് ഒരു പ്ലേസിൽ നമ്മൾ ഹാങ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. മ്യൂസിക് ഒരു കോമൺ സബ്ജക്റ്റായി നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് അതിൽ ബോണ്ട് ചെയ്ത് അങ്ങനെ അത് പിരിവുശാലയിലായിരുന്നു പാലക്കാട്. അപ്പോൾ അവിടെ ഹാങ് ഔട്ട് ചെയ്ത് അറിവുശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് പെട്ടെന്ന് കാച്ചി നെയിമാണ്. അറിവ് അങ്ങനെ ഒരു കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവുശാല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കുകയാണ്. അത് അറിവായിട്ട് നമ്മൾ പാട്ടിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ക്യൂരിയോസിറ്റിയും ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻസ് ഒക്കെ അറിവുശാല ത്രൂ ഞങ്ങൾ എഡ്യൂക്കേഷൻ ചെയ്യാണ്, ഞങ്ങളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. ഞങ്ങൾ ലിറിക്സാണ് മെയിൻ ഫോക്കസ് ചെയ്യണം, എല്ലാം ലിറിക്കലാണ്. സച്ചിയും നിഹാലും പ്രൊഡക്ഷനും മ്യൂസിക്കും ചെയ്ത ഇബിനും ചെയ്യും. പിന്നെ നമ്മൾ രണ്ടുപേരും വീട് പിരിവുശാല ഇവന്റെ അവിടെയാണ് നമ്മൾ നിൽക്കല്. അപ്പൊ അങ്ങനെ പിരിവുശാല വന്നു, അവിടെ ഒരു ശാല വന്നു. പിന്നെ അത് ഞങ്ങൾ ട്രൈ ചെയ്ത് അറിവുശാല, പിന്നെ അത് അറിവുശാലയായി. അങ്ങനെ ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ 2.5 കൊല്ലമായി. അറിവ് പറയുമ്പോൾ പിന്നെ നമ്മൾ ആ ഹിപ്ഹോപ്പ് ബേസ്ഡ് അതിലുണ്ട്. അപ്പൊ സ്ട്രീറ്റ് നോളജ് ഇസ് ലൈക്ക് ദ 5th എലമെന്റ്. ആദ്യം ഒരു 4 എലമെന്റ് ഇങ്ങനെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന അവിടെ നിന്ന് 5ാമതായിട്ട് പിന്നെ വന്നതാണ് ഈ സ്ട്രീറ്റ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാട്ട് ഗോസ് ഓൺ അറൗണ്ട് us is what we share with each other. അപ്പോൾ ബേസിക് അറിവാണ്, എല്ലാവർക്കും അറിയുന്നതേ അറിയുള്ളൂ, അറിയാത്തത് അറിയില്ല എന്നുള്ള ആ ഒരു സംഭവമാണ്. അപ്പോൾ അറിവ് എന്നുള്ളതിന് ഉള്ള ഇമ്പോർട്ടൻസ് നമ്മൾ പ്ലേസ് ചെയ്യണം. വാട്ട് വി നോ ഇസ് വാട്ട് വി put out and try to share and we welcome whatever everybody else knows. അങ്ങനെ തുടങ്ങണ സമയത്തും ലൈക്ക് ഇങ്ങനെ ഒരു ക്രൂ ഫോം ചെയ്യും, ഒരു സ്ക്വാഡ് ഫോം ചെയ്യും, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് തന്നെ എല്ലാവരും ഹിപ്പ് ഹോപ്പ് ആയിരുന്നു, റാപ്പ് ആയിരുന്നു. മ്യൂസിക് റാപ്പ് അത് മ്യൂസിക്കിലും അതെ ഹിപ്പ് ഹോപ്പ് എന്നുള്ള ആ കോമൺ ആയിട്ടുള്ള ഒരു ബോണ്ട് ചെയ്യാനുള്ള പക്ക ത്രെഡ് ഉണ്ടായിരുന്നു. ക്രിയേറ്റീവായിട്ട് ഇപ്പൊ സച്ചി ആണെങ്കിലും വെരി ക്രിയേറ്റീവ്, നിഹാലും എല്ലാവരും ക്രിയേറ്റിവിറ്റി ആർട്ട് അതിലായിരുന്നു ഫസ്റ്റ് സബ്ജക്ട്. ഇപ്പൊ ഞങ്ങള് സംസാരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, ബ്രാൻഡുകൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട്സുകൾ നമ്മൾ ഏതൊക്കെയായിരുന്നു ടേസ്റ്റുകളൊക്കെ ഭയങ്കര സെയിം ആയിരുന്നു. നിഹാലിനൊരു സ്റ്റാൻഡേർഡ് ഞമ്മക്ക്, അപ്പൊ എല്ലാവർക്കും അവരവരുടെ സ്റ്റാൻഡേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെയാണ് ബോണ്ടിങ് സ്ട്രോങ് ആയിട്ട്. പിന്നെ ലൈവ് ഷോ ഇബിനു പിന്നെ അറിയാലോ, ഇബിനു മച്ചാനും വരെ കുറച്ച് നമ്മളെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ലൈവ് ഷോസ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അൺറിലീസ്ഡ് ഒക്കെ വെച്ച് ലൈവ് ഷോസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇപ്പൊ അങ്ങനെ ലൈവിലാണ് നമ്മളിരുന്ന് റിലീസും ചെയ്യൂല, നമ്മളിങ്ങനെ ഇരുന്ന് പാടി, നമുക്ക് ഇഷ്ടമുണ്ട് നമ്മുടെ പാട്ടുകൾ. പക്ഷെ ലൈവ് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് മനസ്സിലായോ പാട്ടൊക്കെ ഓടുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് അത് ഇങ്ങനെ
മ്യൂസിക്കിലൂടെ വളർന്ന് അത് സ്റ്റേജിലെത്തി. സ്റ്റേജിൽ നിന്നും പിന്നെ ഒരു പ്രത്യേക ബോണ്ടിങ് എല്ലാവരും തമ്മിലും കിട്ടി. അത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തും കൂടി, നമ്മുടെ കോൺഫിഡൻസും കൂടി, ആ ഒരു രസത്തോടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ 2.5 കൊല്ലമായിട്ടുള്ളൂ അല്ലേ ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അറിവുശാല എന്നുള്ള പേര് ഞാൻ കുറച്ച് കൂടുതൽ കേട്ട മതി. ചിലപ്പോൾ അത് ഇങ്ങനെ റിപ്പീറ്റ് ആദ്യം ഇവിടെ നമ്മുടെ പാലക്കാടൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ നേരത്തെ കേട്ടായിരിക്കും. കാരണം വിവേകേട്ടനൊക്കെ അങ്ങനെ നിങ്ങൾ കേട്ടിട്ട് പറഞ്ഞ സംസാരം കുറെയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അല്ല ഇങ്ങനെ ഓരോരുത്തരെ എനിക്കറിയാം പേഴ്സണലി. ഇപ്പൊ അറിവുശാലയിലെ ആൾക്കാരാണ് നല്ലത്. ഇപ്പൊ സച്ചിൻ്റെ ഒക്കെ ഞാൻ എന്താ പറയാ എഡിറ്റിങ് എനിക്ക് അറിയുന്നതിന് മുമ്പേ ഞാൻ മറ്റേ ഭയങ്കര ഞാൻ ഫാനായിരുന്നു എഡിറ്റിങ്ങിന്റെ. അല്ല ഞാൻ കാര്യത്തിൽ പറയട്ടെ, എനിക്ക് മറ്റേ റിനുക്കായിരുന്നു എഡിറ്റിങ്ങിൽ എനിക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നെ. പക്ഷെ റിനുക്ക എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിൽ എഡിറ്റർ. ഞാൻ അങ്ങനത്തെ ഒരു എഡിറ്റർ നമ്മുടെ സർക്കിളിലോ അല്ലെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ നോക്കിയാൽ മതി. റിനു മൂസാക് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി. പക്ഷെ ഇൻട്രോവേർട്ടായിട്ട് മറ്റേ സാധനങ്ങളൊന്നും ഇടാറില്ല, അപ്ലോഡ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു മറ്റേ വീഡിയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കമന്റ് ചെയ്ത് റിപ്ലൈ ചെയ്യണ്ടേ അങ്ങനത്തെ ഇൻട്രോവേർട്ട് എന്നൊക്കെ. അപ്പൊ പുള്ളീന്റെ എഡിറ്റിങ് ഞാൻ ഇതേമാതിരി വേറൊരാളെ കണ്ടില്ല. പക്ഷെ സച്ചിനെയാണ് എനിക്ക് പിന്നെയും അതിന്റെ ഒപ്പം മറ്റേ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ കേരളയാണെങ്കിലും നമുക്ക് ഒരേ സർക്കിൾ, മലയാളിയാണെങ്കിലും എല്ലാവരും ടീം ഉണ്ട്. പക്ഷെ എല്ലാവരും ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് വീണ്ടും വരുന്നു. അതെ, നമ്മൾ എന്നിട്ട് കണ്ടത് കുറെ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഓണത്തിനാണ് നമ്മൾ മര്യാദയ്ക്ക് ഒന്ന് കണ്ട് സംസാരിക്കണമെന്നാണ്. അപ്പൊ ഇപ്പൊ എഡിറ്റിംഗ് ഉണ്ടോ അതോ? ഗബ്രിയുടെ അടിപൊളി, അത് സൂപ്പർ കട്ടായിരുന്നു. ഇപ്പൊ അത് ജോബായിട്ട് അതോ മതിയായിട്ട് ഇഷ്ടത്തിന് എല്ലാവർക്കും ജോലി ഉണ്ടോ അപ്പൊ വേറെ സെപ്പറേറ്റ്? പണി തന്നെ ബ്രോ, എന്ത് പറയാ. ഇപ്പൊ ഡെയിലി കോടതി പോവന്നെ, അതിന്റെ ഇടയിൽ അതെ നമുക്ക് എഴുതാനുള്ളതൊക്കെ അവിടെ നിന്ന് കിട്ടും. നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ 2 സ്പേസിലും ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. 2ലും ഞാൻ വളരെ അക്കാഡമിക് ആയിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളാണ്. ആൻഡ് 2ൻ്റെയും ഐ ഫീൽ ലൈക്ക് ഈ നോളജ് ഷെയർ ചെയ്യൽ തന്നെയാണ് 2ൻ്റെയും അൾട്ടിമേറ്റ്. ആൻഡ് വിഷൻ വൈസ് എനിക്ക് എത്തേണ്ട കുറേ സ്ഥലം ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ബേസ് ഇത് തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ആൾക്കാർക്ക് നിയമമൊന്നും അറിയാത്തതാണ് സിസ്റ്റം അവര് ഫക്ക് ചെയ്യാനുള്ള ഏറ്റവും ലൈക്ക് എന്താ പറയുക റീസൺ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അവിടെ നിൽക്കുന്നത്. സോ ഐ ഹാവ് ലൈക്ക് 2 സ്ഥലത്ത് അറിവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. ഐ വിഷ് ടു ലൈക്ക് 2 ചേർത്ത് പിടിച്ചിട്ട് തന്നെ ഫ്രണ്ടിലേക്ക് പോകാൻ ഞാൻ ഇത് 2 മിക്സ് ചെയ്തിട്ട് ട്രാക്കിൽ അത് ട്രാക്കൊക്കെ വെയിറ്റിംഗ് ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ. പുതിയ ആൽബങ്ങൾ എങ്ങനെയാണ്? ഇത് ഫസ്റ്റ് OTW എന്ന് പറഞ്ഞ ആൽബം അല്ലേ ഇപ്പോൾ അറിവുശാല ഒഫീഷ്യലായിട്ട് ഇറക്കിയത്? ബാക്കി ഇൻഡിവിജ്വലായിട്ട് എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ട്രാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ OTW എങ്ങനെയാണ് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തതാണോ അതോ? എല്ലാവർക്കും അവരുടേതായ നമ്മളെല്ലാവരും കുറെ ട്രാക്സ് ഉണ്ടാക്കി. അതാണ് നമ്മളുടെ ഇപ്പൊ അഭി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളവിടെ നമ്മുടെ ട്രാക്സ് എൻജോയ് ചെയ്യലാണ് നമ്മളുടെ മെയിൻ സ്കീം. അതിനാണ് നമ്മളും ഭയങ്കര ബോണ്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ നല്ല നല്ല ട്രാക്സ് ഉണ്ട് എന്ന് ഒരു സംഭവം പ്രഷർ ഇറക്കണ്ടേ, ഇങ്ങനെ വെച്ചോണ്ടിരുന്നാ മതി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. ആൾക്കാർ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റ് ആവില്ലേ? പക്ഷെ അവര് ശരിയായ ഒരു ഉപദേശം പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും മനസ്സിന്. നമ്മൾ ചെയ്യണ ഇതില് നമുക്ക് ഓൾറെഡി കേട്ടിട്ടുള്ള പിന്നെയും കേൾക്കുമ്പോൾ നമുക്ക് ഇതാണ്. പക്ഷെ ചിലത് നമ്മൾ ശരിക്കും കേൾക്കേണ്ടത് ആള് ഇവര് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഇറിറ്റേറ്റ് ആവും. അങ്ങനെ നമ്മുടെ പാട്ടിറക്ക് എന്നുള്ളത് that's such a fair shit. Like നമ്മൾ എന്താ പിന്നെ ഇവിടെ ഇരുന്ന് ഇത് ഇങ്ങനെ ചെയ്ത് ചിരിച്ചും കളിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തീരുമാനിക്കുന്നത് ഏത് ശരി ഇനി എന്തായാലും ഇത് കഴിയുന്നതോറും ആൽബം ഇറക്കാന്നുള്ള പരിപാടി നമ്മൾ തീരുമാനിക്കുന്നു ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു ചർച്ച അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പോണ വഴിക്കാണ് നമുക്ക് ഓൺ ദ വേ എന്നുള്ള നെയിമും നമുക്ക് ഇങ്ങനെ പേര് എന്റെ വായിന്ന് തന്നെ ആരൊക്കെ വായിന്ന് വന്ന ആ ഒരു പേര് നമ്മളത് സംസാരിച്ചപ്പോൾ എല്ലാവരും കണക്ട് ആയി. അങ്ങനെ ഓൺ ദ വേ തുടങ്ങിയ പാട്ട് പിന്നെ അവിടെ പോയി കൊടയുന്ന നമ്മൾ ചില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാട്ടുണ്ടാക്കി. അങ്ങനെയാണ് അവിടുന്നാണ് പാട്ടുണ്ടാക്കി. അവിടുന്നാണ് ദൂരം അവിടുന്ന് ഉണ്ടാക്കിയ പാട്ട് സച്ചി അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ 5-4 പേരും കൂടി ഇരുന്നിട്ട് അപ്പൊ ഉള്ള കഥ എഴുതിയതാണ് അത് ഒറ്റ രാത്രി. ബാക്കി എല്ലാവരും ഓരോ ട്രാക്സ് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരവരുടെ വെർസറ്റാലിറ്റി പക്ക അത് നാച്ചുറലായിട്ട് വന്നു തന്നെയാണ്. നമ്മളും ഭയങ്കര പ്രൗഡാണ് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ്. കാരണം ലൈക് ടോപ്പ് ടു ബോട്ടം
ലൈക്ക് എനിക്കിപ്പം തോന്നുന്നു ലൈക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ഇറക്കിയത് അതൊരു വലിയൊരു കോൺവെർസേഷൻ ലൈവ് ചെയ്ത് നമ്മള് സ്ട്രീറ്റിൽ കുറച്ച് ഇങ്ങനെ പേര് പോകണ്ടായിരുന്നു. പക്ഷെ സംതിങ് ദാറ്റ് പുട്ട് us on the map is like ഒറ്റയടിക്ക് കുറച്ച് അധികം അറ്റൻഷൻ വന്ന പോയിന്റ് ഓൺ ദ വേ റിലീസ്. നമ്മൾ അറിവിശാല ഓക്കെ വി ആർ ഹിയർ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരുപാട് ഹ്യൂജ് ആയിട്ട്, ബട്ട് വാട്ട് എവർ ഇറ്റ് വാസ് ആ പോയിന്റ് വരെ അത് ദാറ്റ് വാസ് സംതിങ് ഫോർ us. അവിടെ ഓൺ ദ വേന്റെ റിലീസ് വാസ് ഒരു ഗുഡ് പോയിന്റ് ആണ്, ചെക്ക് പോയിന്റ് ആയിരുന്നു. ഓരോ പാട്ടും ഇല്ലേ, എല്ലാവരുടെ പാട്ടും കുറെ മുമ്പ് എഴുതിയതും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൈം ലൈൻ ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാം കൂടി ലാസ്റ്റ് ഓക്കെ നമുക്ക് ഇത് പാക്ക് ചെയ്തിട്ട് അതിന്റെ ഇൻട്രോ അതിന്റെ ഓൺ ദ ഇൻട്രോ അത് ഇതേപോലെ സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി നടക്കുമ്പോ ചുമ്മാ പോയതാ, എന്തോ സർക്കസ് അങ്ങനത്തെ പരിപാടി നടക്കുമ്പോ ഇങ്ങനെ പോയപ്പോ അതിന് മുമ്പ് തന്നെ അപ്പോ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടായ ഒരു ഇങ്ങനെയാണ് ഞാൻ ഇപ്പൊ ചുമ്മാ സാമ്പിളിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. പിന്നീട് എന്തെങ്കിലും യൂസ് ആക്കാലോ എന്നൊരു സാധനം നമുക്ക് ഇതാണല്ലോ പണി. എന്ത് കണ്ടാലും റെക്കോർഡ് ചെയ്യാ, ഒരു കൊട്ടെന്തെങ്കിലും ഉണ്ട് റെക്കോർഡ് ഇതങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കയ്യിലുണ്ടായി. അപ്പൊ പിന്നീട് എല്ലാ ട്രാക്കുകളും ആയ ശേഷമാണ് നമ്മള് ഇൻട്രോ ഒരു സാധനം ഇൻട്രോ വേണമല്ലോ പറഞ്ഞിട്ട് നമ്മള് കുറെ സാധനങ്ങൾ നമുക്ക് നോക്കി ഒരു സാധനം കിട്ടിയില്ല. അപ്പോഴാണ് പിന്നെ ആലോചിച്ചു എന്റെ ഇങ്ങനെ ഒരു സാധനം ഇരിക്കണ്ടല്ലോ ഒന്ന് ചെയ്ത് നോക്കാ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് സാധനം വർക്കായി. അത്രേ ഉള്ളൂ. നിഹാലിന്റെ എനിക്ക് കടന്നു വരൂ നിഹാലിന്റെ മുറിപ്പാട്ടില്ലേ, അത് ഞാൻ ഒരു ടൈമിൽ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. ഒരു ലൂപ്പിലായിരുന്നു. എന്തെങ്കിലും തങ്കടം വെക്കും, സന്തോഷം അവിടെ നിൽക്കും, അങ്ങനത്തെ ഒരു മൂടായിരുന്നു. പിന്നെ വേറൊരു കാര്യമാണ് ലൈക്ക് അറിവിശാല എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് നമ്മൾ 5 പേരിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ, നമ്മളിപ്പോ ആദർശ് ആണെങ്കിലും ദില്ലു ആണെങ്കിലും സാലി ആണെങ്കിലും വി ഹാവ് ലൈക്ക് ലോട്ട്സ് ഓഫ് പീപ്പിൾ വർക്കിംഗ് വിത്ത് us. എല്ലാവരും ഒരു സിമിലർ വിഷൻ, എല്ലാവരും ഫസ്റ്റ് ഔട്ട് ഉണ്ട്. അതെ, എല്ലാവരും ഫസ്റ്റ് ഔട്ട് ഉണ്ട്. കമ്മ്യൂണിറ്റി പോലെ സാലി ഒരു എടുത്തു പറയുന്ന മെമ്പർ ലൈക്ക് നമ്മളെ 5 പേര് ശരി ഓക്കെ ലൈവ് വരുന്നു. ഇവനെ ഒരു DDF എന്ന് പറഞ്ഞ ഡാൻസ് പരിപാടിക്ക് തൃശ്ശൂരിൽ ഞാൻ പോയപ്പോ അവിടെ സച്ചി അത് കവർ ചെയ്യാൻ വേണ്ടി പർപ്പ് വട പറഞ്ഞിട്ടുള്ള സച്ചിന്റെ ബ്രാൻഡിന് വെറുതെ കുറച്ച് കവർ ചെയ്യാൻ വിട്ടതാണ് ഈ പയ്യനെ. അപ്പൊ ഇവൻ അതിന്റെ പർപ്പ് വടയിൽ സച്ചിന്റെ പർപ്പിന്റെ ടാഗ് ഇട്ട് വന്നിരിക്കുന്നത്. ഇവൻ ഗുരുവായൂരാണ് ഇവന്റെ വീട്. ഐ ഡോണ്ട് നോ ഫോർ വാട്ട് റീസൺ ബ്രോ. അന്ന് നമ്മൾ അറിവിശാല പോലും അല്ല എനിക്ക് തോന്നുന്നു അന്ന് അവനെ മീറ്റ് ചെയ്യുമ്പോൾ. ഇവൻ അത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു പരിപാടി മിസ് ചെയ്യാണ്ട് നമ്മുടെ കൂടെ എല്ലാത്തിനും വന്നിട്ടുണ്ട്. ലൈക്ക് ഫ്രം ദ ടൈം വി വർ നത്തിങ്. സോ സി ദിസ് ഈസ് എ ബിഗ് തിങ്. നമ്മളുടേതല്ലാത്ത നമ്മളുടെ ആർട്ട് പോലും അവൻ സ്വയം ചെയ്യുന്ന ആ സോണും അല്ല, മ്യൂസിക് അല്ല, അവൻ കുറച്ചുകൂടി ഇങ്ങനെ കവറിങ് ജേർണലിസം അല്ലെങ്കിൽ അങ്ങനത്തെ ഡോക്യുമെന്റേഷൻ അങ്ങനത്തെ മൂടാണ് അവന്. അപ്പൊ അവൻ വന്നിട്ട് നമ്മളിൽ ബിലീവ് ചെയ്തിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സംതിങ്. ഒരാളായിരിക്കും ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി അറിവിശാലും ബിലീവ് ചെയ്യാൻ നമ്മളൊക്കെ ബിലീവ് ഒരാൾ വന്ന് നമ്മുടെ കൂടെ ഗുരുവായൂരിന് വണ്ടി എടുത്ത് തരുവാണ്, എവിടേക്കാണെങ്കിൽ വരികയാണ് ഇവന്റെ മറ്റേ എന്താണ് ആ സാധനം എടുത്തിട്ട് എന്താണ് ദാറ്റ് വാസ് സാലീസ് ടിൽ ഡേറ്റ്. അതെ, നമ്മുടെ അറിവിശാല വാട്സ്ആപ്പ് ഗ്രൂപ്പ് തൊട്ട് എല്ലാ ഗ്രൂപ്പ് സാലി കോർ മെമ്പറാണ്. നമ്മൾ എന്ത് വന്നാലും ഞാൻ പറയുന്നത് ഫസ്റ്റ് ബിലീവർ ഒരു സൈലന്റ് മോട്ടിവേറ്റർ, ഫുള്ള് വിഘ്നേഷ് ഉണ്ട്, ആദർശ് വിഘ്നേഷ് എന്ന് പറഞ്ഞ വിഘ്നേഷ് മാനേജർ ലൈവ് ഇതൊക്കെ അവനെങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ആ ഒരു ഇത് കാണുന്നുണ്ട്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മളെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇതാണ് തേങ്ങയാണ് ചെയ്യണെന്നൊക്കെ തോന്നുമ്പോഴൊക്കെ ഇവരൊക്കെ നമ്മള് എന്താന്നൊക്കെ പറഞ്ഞ് ഇതല്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും എല്ലാരും. ഇപ്പൊ ഞാൻ അവരെ മാത്രമല്ല ഇവരൊക്കെ എന്തെങ്കിലും ആകുമ്പോഴും എന്തെങ്കിലും ഇതൊക്കെ ആകുമ്പോൾ നമ്മളെ ഒരു ഇതുണ്ട്. സമാധാനം എന്ന് പറയുന്ന സേഫ് സ്പേസ് ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ശാല എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളുമാണ് ഇത് ബാൻഡ് തുടങ്ങിയതിന് ശേഷം. അത് നല്ല ശരിക്കും ഒരു നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു ട്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേറെ മോട്ടിവേറ്റ് ചെയ്യാനില്ല. 5 പേരുടെയും വേറെ തന്നെയാണ് 5 പേരും ഇത് നമ്മളെന്നെ ഇത് ഇരുന്ന് വെറുതെ ഫ്രീ സ്റ്റൈൽ അങ്ങോട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ഇത് ഇങ്ങനെ ഒരു വ്യത്യാസം കാണാം. എന്നാ അതിന്റേതായ ഒരു something we also love about us. അത് ഭയങ്കര നമുക്കും ലൈക് പേഴ്സണലി ഗ്രോ ചെയ്യാൻ അത് ഭയങ്കര. കാരണം നിഹാല് ചില മെലഡിയൊക്കെ പാടും നമുക്ക് ഇപ്പൊ ഹൗ വിൽ ബി കമ്പീറ്റ് അങ്ങനത്തെ സാധനം. ഇപ്പൊ അബിയും നിബിനും ഒക്കെയാണ് ഇപ്പൊ കത്തിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ബാക്ക് ആൻഡ് ഫോർത്ത് അതൊക്കെ നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്.
അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ നല്ല ഗ്രോത്ത് ഉണ്ടോ ഇൻഡിവിജ്വലി? പിന്നെ അത് നല്ല നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്. എല്ലാവരും നല്ല കട്ടക്ക് നിൽക്കും. ഒരാൾ നന്നായി ചെയ്ത മറ്റൊരാൾക്ക് അതിൽ നന്നായി ചെയ്യണം. വെരി ഓണസ്റ്റ് ആണ് എല്ലാവരും. അല്ലെങ്കിൽ എങ്ങനെ നന്നാവുക? ആ സാധനം ഉള്ളതുകൊണ്ടാണ് ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും ഒരെണ്ണം ഗ്രൂപ്പിൽ നല്ല കേട്ടാ മറ്റവർക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നും, ഞാൻ എന്തുപോലെ ചെയ്യാനിരുന്നില്ലെങ്കിലും തോന്നും. ആ തോന്നലിനാണല്ലോ പിന്നെ എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ സോ ദാറ്റ് സോൺ ഇസ് ദേർ ഓൾവേസ്. അങ്ങനെ ഞാൻ അതെ എന്താ പറയുക, കേരളത്തിൽ ഞാൻ അധികം ഇങ്ങനത്തെ ഒരു കൾട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ അതല്ല കൾട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നല്ല, എനിക്ക് കൂടുതലൊരു ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി റാപ്പേഴ്സ് അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ് ആർട്ടിസ്റ്റുകൾ കളക്റ്റീവായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ ചിലപ്പോൾ കാണാത്തായിരിക്കും. കോഴിക്കോട് കൾച്ചർ ഉണ്ട്, അപ്പോൾ അവരുടെ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയില്ല ഞാൻ. കാരണം നിങ്ങളുടെ ലൈവൊക്കെ കാണുമ്പില്ലേ സ്റ്റേജ് ഫുള്ള് ഓളാണ്, സ്റ്റേജ് ഫുള്ള് നമ്മൾ നോക്കണം. നമ്മളവിടെ തമാശ കളി ഞങ്ങളെ പറ്റി തന്നെ ഞാൻ കഴിഞ്ഞതിൽ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ഇത് പറയാൻ ശ്രമിക്കണ്ടായിരുന്നു. ലൈക്ക് വാട്ട് വി ആർ ഡൂയിങ് ഇൻ സ്റ്റേജസ്, ലൈക്ക് വാട്ട് ദ ഫക്ക് ബ്രോ. ആൾക്കാര് ഒരു സ്ഥലത്തുള്ള ആൾക്കാര് മറ്റേ നോക്കുന്നുണ്ടാവും, അപ്പൊ ഇപ്പം പാടുണ്ടാവും, മറ്റേ അവിടെ പിന്നെ ചിലവരിങ്ങനെ ചിരിച്ച് കളിക്കുന്നൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഇത് തിരിച്ചു വന്ന് വീട്ടിലിരുന്ന് നോക്കാൻ തുടങ്ങുമ്പോ ഒരു പക്ഷെ നമുക്കറിയാം നമ്മൾ 5 പേര് സ്റ്റേജിൽ ലൈവായി നിൽക്കുന്നത് അതിന്റെ ഒരു എലമെന്റ് ആണ്. പക്ഷെ അതൊന്ന് ഡിസൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് പൈസയൊക്കെ അത്രയും തന്ന് വിളിച്ചാൽ നമുക്ക് അത്രയും പണിയെടുക്കാൻ തോന്നുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ കൂട്ടാനൊന്നും പറ്റില്ല. അപ്പൊ എങ്ങനെ ഇത് ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയമൊക്കെ കിട്ടും ഓരോരുത്തർ ഓരോ സ്ഥലം? അതെന്താ സ്ഥലം? പ്രാക്ടീസ് പറഞ്ഞാൽ നമ്മളിൽ ഇപ്പൊ ഉള്ള ട്രാക്കൊക്കെ നമ്മള് അൺറിലീസ്ഡ് ആയിട്ട് പണ്ട് എഴുതി വെച്ചതും പാടിക്കൊണ്ടിരിക്കുന്ന. അതെ, നമ്മളിപ്പോഴും പ്രാക്ടീസ് അവിടെ എപ്പോഴും ഇത് തന്നെയാണ്. പ്രാക്ടീസ് പറഞ്ഞപ്പോ ഇൻഡിവിജ്വലി അവരവരുടെ ട്രാക്ക് അവരവര് എന്താ പറയാ പാടി ഉറക്കത്ത് വരെ പാടും. ഞാൻ ഇപ്പൊ ഞാൻ സ്റ്റേജിൽ പാടിയ പാട്ടൊക്കെ ഉറക്കത്തിൽ പാടും. കാരണം അത്രയും പാടി അങ്ങനെ ആയി. പിന്നെ പ്രാക്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുമിച്ചുള്ള ട്രാക്കൊക്കെ അല്ലെങ്കിൽ ട്രാക്ക് ലിസ്റ്റ് ഇടുമ്പോ നമ്മളൊരു പോക്ക് പോകും. ട്രാക്ക് ലിസ്റ്റ് എങ്ങനെ പോകുമ്പോ പറയുമ്പോ നമ്മളിത് പോകും. എന്നിട്ട് ചിലപ്പോ നമ്മളൊരു റൗണ്ട് സെറ്റും അങ്ങനെ അതങ്ങനെ ഇന്നിപ്പോ എത്രയായി മറ്റേ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 3-4 years ആയിട്ടുണ്ടോ. അടിപൊളി. എനിക്ക് ഈ ചെടീന്റെ കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചെടി എപ്പോൾ ഇറക്കിയതാണ്? ചെടി 2022. എനിക്ക് അത് ചെടി ഇറക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സീനുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ? ഇപ്പൊ നമുക്ക് കുറെ എന്താ പറയാ അതിന് ഫാൻസും കുറെ സപ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ആ പാട്ട് ഇറക്കിയതുകൊണ്ട് സീനുകൾ എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല. ഇല്ല ചിലവര് പറയും. അല്ല അതെന്തായാലും അതെല്ലാത്തിനും ഉണ്ടാവും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പാട്ടിൽ തന്നെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെ, അത് പിന്നെ നമ്മളെ തന്നെ ഞങ്ങളുടെ ഓഡിയൻസിന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ അവര് കുറ്റം പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ അതെ. അപ്പൊ ഇനി ഇപ്പൊ വരാൻ പോണ ട്രാക്കുകളൊക്കെ എങ്ങനത്തെയാണ്? ഇത് ഓൺ ദ വേ മൂഡ് തന്നെയാണോ അതോ മിക്സ് അല്ലേ? ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആൽബം. കാരണം 5 പേരുടെ പേഴ്സണാലിറ്റി ഭയങ്കര 5 പേരും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെ ആൽബം അങ്ങനെ ഫുള്ള്. അടുത്ത ആൽബം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഈ ആൽബം വെരി എന്താ പറയാ ഫണ്ടിന്റെ കാര്യം പറയാം. ഒരു ട്രാക്ക് മാസ്റ്റർ ചെയ്തൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഫണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇറക്കുന്നത് നമ്മളെപ്പോഴും ക്വാളിറ്റി സ്റ്റെപ്പ് അപ്പ് ചെയ്യാനുള്ളത് നമുക്ക്. ഇനിയിപ്പോ മിക്സിംഗ് മാസ്റ്ററിംഗ് ഒരു ഫുൾ ആൽബം എന്നൊക്കെ ആലോചിക്കും. ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എന്താ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട ആഗ്രഹം. എനിക്കൊക്കെ ആൽബം ചെയ്യണമെന്നാണ് ആ കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുക. എല്ലാവരും കൂടി സിംഗിൾസ് ഇറക്കുമ്പോൾ മൊമെന്റം ബിൽഡ് ആവാൻ കാണുന്നുണ്ട്. അപ്പോ എല്ലാരും അതാ പറയണത്. എല്ലാരും എന്താ പറയാ ടൈം ആൽബംസ് തന്നെ ചെയ്യാം. എല്ലാം അങ്ങനെ തന്നെയാണ്. ഹെവി ആയിട്ട് ചെയ്യണം തന്നെയാണ് കോൺസെപ്റ്റ്. ചെയ്യണം അതിനെ കുറിച്ച് സംസാരിക്കും. അതിനെ കുറിച്ച് പേഴ്സണലി അവരവരുടെ എഴുതി വെക്കേണ്ട ഉറപ്പാണ് എനിക്ക്. പക്ഷെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇതാണ്, സിംഗിൾസ് ഇറക്കുന്നു, മൊമെന്റം ബിൽഡ് ആവുന്നു, ആൻഡ് യു ലവ് ഇറ്റ് ടു. ലൈക്ക് നിങ്ങളുടെ ട്രാക്സ് തന്നെയാണ്. സോ നമ്മൾ അവിടെ ചൂസ് ചെയ്ത് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം തൽക്കാലം. ഫിനാൻഷ്യലൊക്കെ എല്ലാവരും കൂടി തന്നെയാണ്. അപ്പൊ അവരവരുടെ ട്രാക്കിന് അവരവരെ നോക്കാന്നുള്ളൊരു കൂടെ. പിന്നെ എല്ലാവരും വരുന്ന എന്തെങ്കിലും ആണെങ്കിൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ
5 പേരുടെ ട്രാക്ക് ഇപ്പൊ 5 5 പേരുടെ പേരും കൂടി ഉള്ള track ട്രാക്ക് ആണെങ്കിൽ 5 പേര് ഇത് ചെയ്യും, 2 പേരാണെങ്കിൽ 2 പേര്, ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ കുറച്ച് കൊളാബറേറ്റ് പിന്നെ ഫ്രം ഔട്ട്സൈഡ് പ്രൊഡ്യൂസേഴ്സ് ഓൾസോ ഭയങ്കര നമുക്ക് ഹെൽപ്പ്. ഇപ്പൊ ദാസിയുടെ കൂടെ ഒരു ട്രാക്ക് വരുന്നുണ്ട്, അനോണിമസിന്റെ കൂടെ, അതൊക്കെ നമുക്ക് ആദ്യം കൊളാബ് സാധനങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പാരലലി വർക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഈ ഒരു അയ്യോ എന്തോ ചോദ്യം വന്നിട്ടുണ്ട്, മറന്നു എന്തോ കാര്യമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആൽബത്തിനെ കുറിച്ചാണ്. ആൽബത്തിനെ കുറിച്ച് അല്ല, ഞാൻ വേറൊരു സാധനം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ബേസിക്കലി നോക്കുന്നത് പൊളിറ്റിക്സ് ഇല്ലേ, ഒരു അറിവുശാല എന്ന് പറയുമ്പോൾ അതിനൊരു പൊളിറ്റിക്സ്, ആ പേരിൽ തന്നെ നല്ല പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഇതെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക? ഇത് പൊളിറ്റിക്കലാണ് അല്ലെങ്കിൽ ഇത് എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ആണ്? ഇപ്പോൾ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ പൊളിറ്റിക്കൽ അല്ലാത്ത എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ടുള്ള, അത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകണോ? എങ്ങനെയാണ് ഇത്? ഓരോ ആൾക്കാർ പറയണമായിരുന്നല്ലോ. ഞാനിപ്പോൾ എൻ്റെ പൊളിറ്റിക്സ് ഇപ്പോൾ ശുഭദിനമാണെങ്കിലും എനിക്ക് ഒരു ആംഗർ ഉണ്ട് ടുവേർഡ്സ് പോലീസ് ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴത്തെ നാട്ടിൻ്റെ വ്യവസ്ഥയിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് ഞാൻ കാണിക്കുമ്പോൾ എൻ്റെ ഫാഷൻ സെൻസ് എൻ്റെ പൊളിറ്റിക്സ് ആണ്, ഞാൻ പറയണത് എൻ്റെ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് എൻ്റെ പാട്ടിലും ഞാൻ പറയാൻ ശ്രമിക്കുന്നതും. എനിക്ക് എന്താ പറയുക, പറയാൻ പറ്റാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, എങ്ങനെ എനിക്കതേ അറിയുള്ളൂ. അതിൽ ചെയ്യാൻ പറ്റുന്ന സാധനം എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അതിലൊരു കൗതുകം കണ്ടിട്ട് അതിലാണ് കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ ഇങ്ങനെ ആർട്ടിലൂടെ കാണിക്കണം, വരച്ച് കാണിക്കണം, എഴുതി കാണിക്കണം എന്നാണ് എൻ്റെ ഒരു പൊളിറ്റിക്സ് ഞാൻ ആർട്ട് വെച്ച് ഉപയോഗിക്കുന്നത്. ഈസിയാണ് നമ്മുടെ ലോഗോവും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത്. മുറിപ്പാട്ടിന്റെ ആൽബം ആർട്ട് ചെയ്യാം. UX സ്വന്തമായിട്ട് ആളുള്ളതുകൊണ്ട് ഇത് വേറൊരു കാര്യം. ഇപ്പൊ നിങ്ങള് നമ്മുടെ അറിവുശാലിന്റെ ഒരു യൂണീക്ക് സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്രൂലും ചിലപ്പോൾ റാപ്പേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു റോക്ക് ബാൻഡ്, ഓക്കെ, നമ്മുടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പേഴ്സ് ഇൻഹൗസ് ഇപ്പോൾ ഇവൻ എഡിറ്റ് ചെയ്യും, സൂപ്പർ എഡിറ്റ്, നമ്മുടെ റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ഇവനാണ്. നമ്മുടെ മ്യൂസിക് സൈഡിന്റെ എന്താ പറയാ, മറ്റേ ബിസിനസ് സൈഡ് ലേബിൾസ് ഇതൊക്കെ മൂപ്പരാൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യും, സൂപ്പറായിട്ട്. ഇവന് ലൈവിൻ്റെ കാര്യങ്ങൾ കുറേ കൊണ്ടുവന്നുണ്ട്. ഇവനാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ, ഇവൻ വക്കീലുമാണ്, അങ്ങനത്തെ ഒരു ബലമുണ്ട്. ഞാൻ പിന്നെ ഡിസൈന് ഡിസിപ്ലിനറി ആയിട്ട് ഇങ്ങനെ UX ഗ്രാഫിക് ഡിസൈൻ ഡയറക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ പരിപാടി എല്ലാം കൂടി വരുന്നൊരു ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഞാൻ വേറെ ബാൻഡിൽ കഷ്ടകാലം ഇറങ്ങി അതിന്റെ പാട്ട് പിന്നെ എല്ലാവരും അങ്ങോട്ട് പോകും. അപ്പം എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എൻ്റെ കുറച്ച് വലുതായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അതിൻ്റെതായ ലാഗ് ഉണ്ട്, എനിക്ക് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവനാണെങ്കിൽ ട്രാക്ക് എഴുതാൻ പോളി ഫാസ്റ്റിൽ എഴുതും, ഇവനും പോളി ഫാസ്റ്റിൽ എഴുതും. ഞാൻ റൈറ്റിംഗ് കുറച്ച് സ്ലോ ആണ്, പക്ഷെ ബാക്കി കുറച്ച് കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും, ഇവൻ കുറച്ച് നമ്മൾ ഐഡിയ അങ്ങനെ എല്ലാവരും ഒരു കോമ്പിനേഷനാണിത്. പക്ഷെ എനിക്കിത് വേറെ ബാൻഡിൽ ഞാനിത് അധികം എൻ്റെ ഒരു ഇത് പറയട്ടെ, ഞാൻ അറിവിശാല എന്നുള്ളതല്ല എന്നാലും പറയാം, വേറൊരു ഫംഗ്ഷൻ ഇങ്ങനെ ടീം റാപ്പേഴ്സും വെച്ചിട്ട് പ്ലസ് ഇങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഇൻഹൗസ് സാധനം ഉള്ളത് നമ്മൾ അതൊരു യൂണീക്കായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു 5 ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. ഇപ്പം നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് റാപ്പുകൾ ഇറക്കുമ്പോൾ ഇപ്പോൾ ഭാവിയിൽ അല്ലെങ്കിൽ വരുമ്പോഴൊക്കെ അതിൻ്റെ അല്ല അങ്ങനെയല്ല, അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ വല്ല സീനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആശാനുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വക്കീലും ആശാന പൊളിറ്റിക്സ് പറഞ്ഞാൽ ഇപ്പോൾ ഇവനുള്ളതുകൊണ്ട് ഞാനൊരു 2 കൊല്ലമായിട്ട് കേസും കാര്യങ്ങളും ഇതിന്റെയൊക്കെ സംസാരം ഒരുപാട് കൂടിയുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ വിചാരിച്ചു വെള്ളോണ്ട് എനിക്ക് ഫുള്ള് ഈ ലോ അറിയാന്നുള്ള പരിപാടി ഇവൻ വന്നുകൊണ്ട് നമ്മള് വെരി അവെയർ ആണ്. എന്നാലും പക്ഷെ ഇടയ്ക്കൊക്കെ തെറ്റി പോലുണ്ട്. ഡിസ്കഷൻ നടക്കലുണ്ട് ലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ കോൺട്രവേഴ്ഷ്യൽ ആക്കണം വേറെ മറ്റേ സാധനമൊക്കെ നമ്മൾ ഇന്ന് സംസാരിച്ചു. എനിക്കിപ്പോ റോഡിന്റെ കാര്യങ്ങളും ഇതും കാര്യങ്ങളും ഒക്കെ എനിക്ക് സ്റ്റേറ്റിനെതിരെ നമ്മള് ക്വസ്റ്റ്യൻ ചെയ്യണം. ഗവൺമെന്റ് ആൾക്കാരെ എല്ലാരും ചോദ്യം ചെയ്യണം എല്ലാവരും. ഇവിടെ ഇന്നലെ ഞാൻ പോലീസിന്റെ ഗൂഗിളിൽ ഞങ്ങൾ അടിച്ചു നോക്കിയപ്പോ ആകെ 22,000 അടുത്ത് പോലീസുകാരേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു 3 കോടി ആൾക്കാരുണ്ട്. അപ്പൊ ഇന്നലെ ആ വേടന്റെ അത്രയും 10,000 ആൾക്കാർ വന്നപ്പോൾ എനിക്കിത് പോലീസ് മനഃപൂർവ്വം ചെയ്താണോ എന്താണെന്ന് അറിയില്ല. ഭയങ്കര അൺസേഫ് ആയിരുന്നു അവിടെ. അല്ല 10,000 ആൾക്കാർക്ക് 70 പോലീസോ അത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഡേഞ്ചർ അല്ലേ. അപ്പൊ നമ്മള് ഇപ്പൊ ടാക്സ് കുറെ അടയ്ക്കുന്നുണ്ടെങ്കിലും നമ്മള്
ചോദിക്കാനുള്ള ഇത് എല്ലാവരും ചോദിക്കണം എന്നാണ് ഞാൻ പറയണത്. അപ്പൊ ഞാൻ അതൊക്കെ അതാണ് basically ഇതൊക്കെ നമ്മൾ ചോദിക്കണേ, നമ്മുടെ പാട്ടിലൂടെ ഒക്കെ ഇത് നമ്മള് ചോദിക്കണേ. ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഞാനിപ്പോ തന്നെ പറയാം, നമ്മള് എന്താ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബട്ട് ദ തിങ്സ് ആർ നോട്ട് ഗെറ്റിംഗ് ഫിക്സ്ഡ് റൈറ്റ്. അപ്പോൾ ആസ് എ കമ്മ്യൂണിറ്റി കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി ഇവിടെ നിൽക്കാൻ പഠിച്ചു കഴിയുമ്പോൾ മേ ബി വി ക്യാൻ ഹെൽപ്പ് അതേഴ്സ് ശരിയായിട്ട്. നമ്മൾ ആദ്യം ഒരു പോലീസ് വരികയാണ്, നമ്മളുടെ അടുത്ത് എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇവിടെ അറിയാം. ബേസിക്കലി അവർക്ക് അങ്ങനെ നമ്മൾ ട്രീറ്റ് എടാ കൂടാന്ന് പോലും വിളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ബട്ട് ഹൗ ഡു യു ഗെറ്റ് ട്രീറ്റ്, ഹൗ ഡു ഐ ഗെറ്റ് ട്രീറ്റ് നമ്മൾ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറ്റില്ല, അത് ഇന്ന ഓർഡർ ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു സാധനം നമുക്ക് വേണം. അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഇന്നത് പാലിക്കുന്നുണ്ടോ അന്നത് പാലിക്കാനുണ്ടോ എന്ന് പറയണം നമുക്കുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അവർക്ക് അവരുടെ ആ കറക്റ്റ് ഷിറ്റ് അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് പോലീസിനെ മാത്രമല്ല പറഞ്ഞു, ഓരോ സർക്കാർ ഓഫീസിൽ പോലും ഇവർ വർക്ക് ചെയ്യാണ്ട് നമ്മൾ ലാഗ് ആക്കുമ്പോൾ ഒക്കെ ഇഫ് യു നോ ദ ലോ ബിഹൈൻഡ് ഇറ്റ്, അവർ ചെയ്യേണ്ട വർക്കിന്റെ സെക്ഷൻ അവരെടുത്ത് പോയി പറയും ഇന്ന സെക്ഷൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ വരാതെ ദെൻ ഹീസ് ഗോണ ഫീൽ ഇറ്റ് ലൈക്ക് ഓ ഇവൻ ഇത് വഴിയറിയ ഇവൻ പോയി ഇത് ചെയ്താൽ എനിക്കിപ്പോൾ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ശരിക്കും ലോയിലുണ്ട്. ബട്ട് പീപ്പിൾ ചൂസ് ടു ടേക്ക് ദ ഫ്ലാഗ്സ് ആൻഡ് ഗോ ടു ദ സ്ട്രീറ്റ് മാസമായിട്ട് ചെയ്യണമെന്നല്ല പറയണം. അതിൽ 1% കോർട്സിലും അതായത് ന്യായം ചോദിക്കേണ്ടത് എവിടെയാണെന്നുള്ളതാണ് പോയിന്റ്. ബി അവെയർ, ന്യായം തന്നിട്ടുള്ള ഒരു സാധനം ഉണ്ട്. പക്ഷെ ഈ അവെയർ ആവാൻ വേണ്ടി നമ്മളിത് പഠിപ്പിക്കുന്നില്ലല്ലോ ഇപ്പൊ സ്കൂളിൽ ബേസിക് സോ ഇതാണ് എന്തായാലും പഠിപ്പിക്കുന്നില്ല. സോ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇത് പക്ഷെ ഇത്ര ഉപകാരമാണെന്ന് അറിഞ്ഞിട്ട് ജസ്റ്റ് ഗോ ടു ChatGPT, ഗൂഗിൾ, വാട്ടെവർ, ഇത്രേ ഉള്ളൂ. What are the laws concerned when I get arrested? അല്ലെങ്കിൽ what are the laws in my defense when I get arrested? വെറുതെ ChatGPT യോട് ചോദിക്കാം. നമ്മുടെ ലോയറിനെ വിളിക്കണം എന്നുള്ള ബേസിക് ഇതുപോലും ഇവിടെ ആൾക്കാർക്ക് ലോയർക്ക് എന്തിനാ, എല്ലാവർക്കും പബ്ലിക്കിനുള്ള നിയമമല്ലേ, എല്ലാവരും പഠിച്ചാൽ മതി. നമ്മളുടെ ഇഗ്നോറൻസിന് മുതലെടുക്കലാണ് നമ്മുടെ അതോറിറ്റീസ്. അപ്പൊ അതിന് മാറിയിട്ട് നമ്മൾ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യാന്നല്ലാണ്ട് വേറെ വഴി. രണ്ട് സൈഡിൽ നിന്ന് ഇപ്പൊ നമ്മളെ സൈഡിൽ നിന്ന് ഇതിന് അവെയർ ആവുക, അപ്പുറത്തെ സൈഡിൽ നിന്ന് അക്കൗണ്ടബിൾ ആവുക. നമ്മൾ പണി ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഇത് സാലറി തരുന്നത് ഇവർക്ക് സെർവ് ചെയ്യാനാണെന്നുള്ള ആറ്റിറ്റ്യൂഡൊന്നും ഇല്ല. എനിക്ക് കുറെ സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഉണ്ട്, നല്ല ആൾക്കാരില്ല എന്നല്ല, സിസ്റ്റമേ ഒരു തരത്തിൽ ഞാൻ എന്റെ ലൈക് പൊളിറ്റിക്സിന്റെ ഇത് പറഞ്ഞാൽ എന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ ഡിഫൻസ് ലോയർ ടു മെയിൻ ആയിട്ട് എനിക്ക് ക്രിമിനൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യണം എന്റെ ഏറ്റവും ഇഷ്ടം. ഞാൻ അതിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ഒരു ക്രിമിനൽ കുറ്റവാളി, അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചോദ്യമാണ് ഇത്രയും ഇത് ചെയ്തവനെ അത് ചെയ്തവനെ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ഇത്രയും മനസാക്ഷിന്റെ കുത്തില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ബട്ട് അവിടെയും ഞാൻ പറയുന്നില്ല. ഞാൻ ജനറലി ആസ് എ റാപ്പർ ടു വാട്ട് ഐ എം ഗോണ സേ ഈസ് ലൈക്ക് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക്, എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് പൊളിറ്റിക്സ് ആണ്, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു ഇതും അറിയുന്നില്ല. വി ആർ അവെയർ ആസ് എ ചൈൽഡ്, വി ആർ അവർ. പക്ഷെ നമുക്ക് ഈ ഇന്റൽ ഇല്ല. ഒരുപാട് നല്ലതിൻ്റെ ആണെങ്കിൽ മോശത്തിൻ്റെ ആണെങ്കിൽ ഒരുപാട് ഇന്റൽ നമ്മൾക്കില്ല. ബട്ട് ദെൻ ഇത് എവിടെ നിന്ന് കിട്ടുന്നു? എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഈ കുഞ്ഞിന് കിട്ടുന്ന ഇത് ഫീഡ് ആവുന്ന. സോ ഞാൻ എപ്പോഴും ഈ കോർട്ടിൽ ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരാളെ ആ ഒരു ആംഗിളിൽ കാണും. ഹി മേഡ് എ പേഴ്സണൽ ചോയ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. പക്ഷെ ബട്ട് ദെൻ എല്ലാം ഒരു കണ്ടീഷനിങ് ആണ് ഈ സിസ്റ്റത്തിൽ നടക്കുന്നത്. സിസ്റ്റം എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ പ്രോബ്ലം എന്താണെന്നുള്ളത് ഒരു ബിഗ് പിക്ചർ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ, ഓരോരുത്തരെ ബ്ലെയിം ചെയ്തിട്ട് ഇത്രയും കാലം നമ്മൾ വന്നിട്ട് ഇത് ഫിക്സ് ആയിട്ടില്ലെങ്കിൽ മേ ബി ഇത് വലുതായിട്ടാണ്. ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നു, അതിന് ചുറ്റുമുള്ള ആൾക്കാരാണ് അതിന്റെ എന്താ പറയുക ലൈക്ക് വാട്ടർ. അതന്നെ ഞാൻ എപ്പോഴും പറയും, വാട്ടർ വെള്ളം പോലെയാണ് മനുഷ്യർ. അതായത് ഗ്ലാസിന്റെ ഷേപ്പ് എടുക്കണം. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുമുള്ള എന്താ ഫീഡ് ആവുന്നത്, അതിൽ നിന്നാണ് ഔട്ട് വരുന്നത്. അപ്പൊ ഈ സിസ്റ്റം പറഞ്ഞ പോലെ ഐ തിങ്ക് സിസ്റ്റത്തിലാണ് പ്രശ്നം. ആൾക്കാർ ഇങ്ങനെ ടേൺ ഔട്ട് ആവണമെങ്കിൽ വാട്ട് ഈസ് ഗെറ്റിംഗ് ഫെഡ് ഇൻ ടു ദം ഇസ് എ ക്വസ്റ്റ്യൻ ആൻഡ് വി ആർ ഓൾ ഈക്വലി റെസ്പോൺസിബിൾ. അതെ, ഇപ്പൊ നമ്മള് അവര് എന്താ പറയാ സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ അവരാണ് അല്ല നമ്മളും വി ഹാവ് ടു ക്വസ്റ്റ്യൻ ദ സ്റ്റേറ്റ് സോ ദാറ്റ് ദ മെഷീനറി ഗെറ്റ്സ് ബെറ്റർ. അതിന്റെ ഇംപ്രൂവ്മെന്റും നമ്മൾ സിറ്റിസൺസ് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് അതിനെ ഫൈറ്റ് ചെയ്യണം, എന്നാലേ അവരും ഫിക്സ് ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ ഉള്ള മെയിൻ പ്രശ്നം അത് തന്നെയാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഒന്നും ചെയ്യാത്തത് ആൾക്കാരൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ ഈ കറപ്ഷൻ ഒക്കെ പറഞ്ഞാൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെറുതെ വൈനിയാണ്. യു ഷുഡ് ചാലഞ്ച് ദം. ലൈക്ക് നമ്മൾ കറപ്ഷൻ വന്നു പിന്നെ അത് ചോദ്യം ചെയ്യണം. എവിടെ ചോദ്യം ചെയ്യേണ്ടത്? അതാണ് കോഡ്സ് ബ്രോ. കോഡ്സ് മേക്ക് എവിഡൻസ് പ്രൂഫ്സ്. കോഡ്സ് കുറച്ചുകൂടി ആ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇത് നമുക്ക് ഒരു ആൾക്കാരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കേസ് കൊടുത്തു കഴിഞ്ഞാല് ഞാൻ അതിന്റെ പിന്നാലെ പോകും. നിങ്ങൾ അറ്റാക്ക് ചെയ്യും, പേഴ്സണൽ ആയിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർ ഇപ്പൊ നാളെ ഇത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വലിയ രീതിയിൽ ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റും ചെയ്യണമാതിരി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അറ്റാക്ക് ചെയ്യും പേഴ്സണൽ ആയിട്ട്. അതെ, അത് ശരി. ഇപ്പൊ ഈ മുമ്പത്തെ റോഡ് ഇവര് നല്ലൊരു റോഡായിരുന്നു, മറ്റേ പൈപ്പിന്റെ പണി എന്ന് പറഞ്ഞിട്ട് അവര് കൊളാക്കി. അപ്പൊ കുഴി ഞാൻ കേസ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ആരെങ്കിലും എനിക്കെതിരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ചിലപ്പോ ചുറ്റുള്ളവരാരും വേണ്ട, അവന്റെ പ്രശ്നമല്ലേ എന്തിനാണ് അതാണ്. അപ്പൊ പിന്നെ എനിക്ക് പേടിയാവും. അങ്ങനെയാണ് ഇതിന്റെ കളി മൊത്തം. പോലീസുകാർ ഇപ്പം പറഞ്ഞ ഒരു ഒറ്റ പോയിന്റ് കേട്ടോ, പോലീസുകാർ ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി
ഇന്ന സമയത്ത് തെറി പറയരുത്, നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ കാര്യം മൂലം നമ്മുടെ റൈറ്റ്സ് അവർക്കും അറിയാം, നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് അവരത് അറിഞ്ഞുകൊണ്ട് എക്സ്പ്ലോയിറ്റും ചെയ്യണം. അവർക്ക് അറിയാക്കി കോൺസിക്വൻസസ് ഒന്നും ഇല്ല. ഫസ്റ്റ് അത്. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേടി ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തായാലും നമ്മളെ സ്കെച്ച് ഇതങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും അവര് ഒരു പ്രഷർ ഉണ്ട്. നമുക്ക് ഒന്നും നമ്മൾ ന്യായത്തിലാണെങ്കിൽ കൂടി നമ്മൾ പേടിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോലീസുകാരെ ആ ഒരു നമ്മളോടുള്ള അപ്രോച്ച്. അതന്നെ എങ്ങനെ ശരിയാകും? അപ്പൊ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും? സാറേ ഞാൻ ഇവിടെ വെറുതെ നിൽക്കുകയാണ്, സാർ എന്തിനാ എന്നെ ഇപ്പൊ എന്നെ തല്ലിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് നീ ആരുടെ ചോദിക്കാന്ന് പറഞ്ഞിട്ടുള്ള അടിക്കുന്നതാണ് എൻ്റെ പേടി. മിക്കവാർക്കും ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പോലീസുകാരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും, എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഭയങ്കര പ്രശ്നമാണ്. അതന്നെ ഇനി വരാൻ പോണ ആൾക്കാരോ അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഉള്ള പോലീസുകാർ പുതിയ വരുന്ന ആൾക്കാരൊക്കെ അത് മാറ്റി ഫ്രണ്ട്ലി ആയിട്ട് അതിലോട്ട് നമ്മൾ അതേ കണ്ടീഷൻഡായി. ഏത് കോർട്ട് പോകുന്നവൻ ഒറ്റപ്പെടും, പോലീസിനോട് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചാലും അവര് തെറ്റായി എടുത്തിട്ട് നമ്മളോട് എതിരാവുമോ, അങ്ങനെയൊക്കെ ഈ ടബുവിനോടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ആയി കണ്ടീഷൻഡായി പോയി. നമ്മളോട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ദ്രോഹമാണ്. നമ്മൾ ജനിക്കുമ്പോഴേ ഇത്രയും ഫ്രീ ആയിട്ട് ജനിക്കുന്ന ലോകത്ത് ഇത്രയും വരകൾ വരച്ചിട്ടുണ്ട് തലയുടെ മേലിൽ. അതിനെ എടുത്ത് അത് ഫെയർ ആണെന്ന് പറഞ്ഞിട്ടാണ് അത് വരച്ചു വെച്ചിരിക്കുന്നത്. അതിനെ തന്നെ അൺഫെയർ ആയിട്ട് പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും എത്ര ഗൗരവമാണ് നമ്മൾ ആരും മനസ്സിലാക്കുന്നത്. എല്ലാവരുടെയും ഫ്രീഡത്തിലാണ് ഈ കളി. ഒരു ഭൂമിയിൽ നമ്മൾ ചോദിക്കാണ്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ തലമേലെ ഉള്ളവരെല്ലാം കൂടി ഇങ്ങനെ ഓരോ സാധനം വെച്ചിട്ട് അതിന് ദുരുപയോഗവും വേറെ. This is my politics, man. If you are to do only what we love rather than അതിനെ പ്രൊമോട്ട് ചെയ്യാനും കൂടി നമ്മുടെ നിലയിൽ അല്ലെങ്കിൽ we would be wreaking havoc. എനിക്ക് താല്പര്യമില്ലാത്തൊരു മേഖല, മനസ്സിലായി. ബട്ട്